പൊന്നോമനിക്കൊരു കുഞ്ഞു സമ്മാനം. ലാളിക്കാൻ ഒരു കുഞ്ഞു പാവയും പാടിയുറക്കാൻ ഒരു ആട്ടുതൊട്ടിലും. എല്ലാവർക്കും ബോൺ ബട്ടൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഡോളിന് വേണ്ടിയിട്ട് ഈ സ്ക്വയർ ഷേപ്പ് ഫാബ്രിക് നമുക്കിതുപോലെ മടക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഹൈറ്റ് ഒരു 8 സെൻറ്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ വശത്തും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി വരച്ച ഭാഗത്ത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് പഞ്ഞി വെച്ച് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ തുറന്ന ഭാഗവും കൂടെ തയ്ച്ചു കൊടുക്കാം. കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ലേസും കൂടെ ഒട്ടിച്ച് നമുക്ക് ഡോളുടെ ബോഡി കംപ്ലീറ്റ് ചെയ്യാം. ഡോളുടെ ഹെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ പഞ്ഞി വയ്ക്കാം. ഇനി നല്ലോണം ഷേപ്പ് ചെയ്ത് നമുക്ക് ബാക്കിൽ നൂലുകൊണ്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. പുറകിൽ എക്സസൈസ് നിൽക്കുന്ന ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഉള്ളിൻ്റെ നൂല് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡോളുടെ ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലേസ് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഏടി കൊടുക്കുകയാണ്. അറ്റം എത്തിക്കഴിയുമ്പോൾ ആ നൂലൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചുരുക്കുകൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡോളുടെ ഹെഡിന് ചുറ്റിനായിട്ട് ഈ ലേസ് ഒട്ടിച്ചു കൊടുക്കാം. ഡോളുടെ ക്രേഡലിന് വേണ്ടി ഈ ഓവൽ ഷേപ്പ് കാർഡ്ബോർഡിന് ചുറ്റും ഒരു 3 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഈ കാർഡ്ബോർഡ് ഒട്ടിക്കാം. ഇനി ഈ കാർഡ്ബോർഡിന് ചുറ്റും നമുക്ക് ഫാബ്രിക് വെച്ച് കവർ ചെയ്യാം. ഈ ലീഫ് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നമുക്ക് ഫാബ്രിക് വെച്ച് കവർ ചെയ്യാം. ക്രേഡിൽ ആടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെമി സർക്കിൾ കട്ട് ചെയ്തെടുത്ത് ക്രേഡലിലെ 2 അറ്റത്തായിട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് ക്രേഡലിന് ചുറ്റും ഈ വീതിയുള്ള ലേസ് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഒട്ടിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.